അല്ലേ? പൈനാപ്പിളും പപ്പായ. പച്ച അബോർഷനാവെന്ന് പറയും. ഇതിന് ഞാൻ പലരോടും, എന്നോടൊരു വൈദ്യൻ പറഞ്ഞത് പൈനാപ്പിൾ, ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രൂഫ്? ഒന്നുമില്ല, ഇന്ന് വരെ ഒരു റിസർച്ച് പേപ്പറും ഇല്ല. പക്ഷെ ചില ഡോക്ടേഴ്സും പറയാനില്ല സിട്രസ് ആണ്, സിട്രസ്. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്നറിയോ, ഇത് ഇപ്പൊ എനിക്ക് പ്രഗ്നൻസി കെയർ പാക്കേജുകളുണ്ട് നമുക്ക്. നമ്മളുടെ ഡയറ്റിലും നമ്മൾ പൈനാപ്പിളും പപ്പായ ഉൾപ്പെടുത്താറില്ല. കാരണം എന്താ വെച്ചാൽ അത് അത്രമാത്രം ഇമോഷണലി ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഇപ്പം നമ്മൾ പൈനാപ്പിൾ ഉൾപ്പെടുത്തിയാൽ നമ്മളവരോട് സംസാരിക്കും, പറയും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ കഴിക്കണ്ട കേട്ടോ എന്നുള്ളത് പറയും. ഞാൻ പറയുന്നത് ഈ പറയുന്ന സിട്രസ് ഫുഡുകൾ ഒഴിവാക്കാൻ പറയുന്ന അവരുടെ ആ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണ്. അതല്ല ഒരു പർട്ടിക്കുലർ ഫുഡ് അവർ പ്രഗ്നൻസി ടൈമിൽ ഒഴിവാക്കണം എന്നൊരു ഫ്രൂട്ട് ഇല്ല. പക്ഷെ ഈ പൈനാപ്പിളും പപ്പായയും എന്തോ ഒരു സാധനം ഉള്ളിൽ കിടക്കണ എന്തോ ഒരു സാധനം ട്രിഗർ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചത്. ചോദിക്കുന്നവരല്ല എന്തോ ഒരു സാധനം പറയുന്നത്. ആ സാധനം എന്നുള്ളത് ഇതുവരെ ആരും പറയുന്നില്ല. ഇത് ഞാൻ ചോദിക്കുന്നവരല്ല ഇത് തന്നെ പറയുന്നത്. അത് ഇന്ന ആളുടെ അബോർഷൻ, എന്നിട്ട് ഈ വേണ്ട ഇപ്പൊ അൺവാണ്ടഡ് പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ പൈനാപ്പിൾ കഴിച്ചാൽ മതി. പൈനാപ്പിളും അതുപോലെ പച്ച പപ്പായയും. ഇതിന് പിന്നിൽ വേറൊരു സയൻസും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പീരീഡ്സ് ആവാണ്ട് നമുക്ക് ലേറ്റ് ആവുമ്പോഴേക്കും ഞാൻ സിനിമയിലൊക്കെ ഏതോ ഒരു സിനിമയില് പൈനാപ്പിൾ ഉണ്ടോ പപ്പായ ഉണ്ടോ എന്നൊക്കെ, ഇതൊന്നും എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും, ഞാൻ ഇത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോഴൊന്നും അവർക്ക് ഈ പൈനാപ്പിളിന്റെയും പപ്പായയുടെയും സയൻസ് മനസ്സിലായിട്ടില്ല. അല്ല, ഈ പൈനാപ്പിൾ പീരീഡ്സ് ആവാണ്ട് ഇപ്പൊ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് പീരീഡ്സ് ആവും. ഇനി അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കോ? അല്ല, ആൾക്കാർക്ക് എന്തും പറയാം. എനിക്കിപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ, അതായത് ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ സാധനം കഴിച്ചാൽ മോശമാണ് എന്ന് ഞാൻ പറയാം. അത് ഞാൻ ഈ സാധനം കഴിച്ചാൽ എന്തുകൊണ്ട് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് എന്തുകൊണ്ട് എന്താ കാരണം ചോദിക്കേണ്ടത്. അല്ല, അത് കഴിച്ചാൽ മോശമല്ലെന്ന് തെളിയിക്കേണ്ടത്. മനസ്സിലായി? ഇപ്പൊ പൈനാപ്പിള് ചീത്തയാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ സയൻസ് അറിയത്തില്ല, അതിന്റെ രഹസ്യത്തിൽ ഒന്നും അറിയത്തില്ല. ഇനി പൈനാപ്പിൾ നല്ലതാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മൾ കഴിക്കാൻ തയ്യാറാവില്ല. അല്ല, ഞാൻ കഴിക്കാൻ തയ്യാറില്ല. കാരണം അതിനൊരു ഇമോഷൻ ഉണ്ടല്ലോ, ഇതിന് സൈക്കോളജിക്കൽ സൈഡ് ഉണ്ടല്ലോ. എല്ലാത്തിനും ഒരു സൈക്കോളജിക്കൽ സൈഡ് ഉണ്ട്. ഇപ്പോ ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞ്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അതിലേക്കുള്ള യാത്രയിലാവും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ ചലഞ്ച് ചെയ്ത് പോലും നമ്മൾ പൈനാപ്പിൾ കഴിച്ചതിൻ്റെ പണി കിട്ടുമോ എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് ആ പ്രഗ്നൻസിയെ ദോഷമായിട്ട് അത് കഴിഞ്ഞിട്ട് എന്തൊരു ഒരു ലൂസ് മോഷൻ വന്നാലും ഇതാണെന്ന് കണക്ട് ചെയ്യും. അതാ പറഞ്ഞത്. നമ്മളതുകൊണ്ട് കൊടുക്കാത്തത്, നമ്മൾ സയൻസ് കൊണ്ടല്ല കൊടുക്കാത്തത്, പേടി കൊണ്ട് കൊടുക്കാത്തത്.